എന്റെ റബ്ബേ എല്ലാം കൂടി കെട്ടിയെടുത്ത് ഇങ്ങോട്ട് വരുന്നുണ്ട് ഒരു നാളെ. ഞാൻ എന്താ റബ്ബേ ചെയ്യാ? എന്ത് സാധനം അവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കേണ്ടത്? ഈ കാക്കൂനാണെങ്കിൽ ഒരു ബോധവും ഇല്ല, വിവരവും ഇല്ല, ബുദ്ധി എന്ന സാധനം ഇപ്പൊ എറണാകുളം എന്തെങ്കിലും സാധനം ഉണ്ട് ഇവിടെ? എന്താ ഞാൻ കാണിച്ചു കൊടുക്കട്ടെ അവർക്ക്? വല്ലാത്തൊരു ഇടങ്ങാറായിപ്പോ എന്നുള്ള ഈന്റെ ഇടങ്ങാറി ഇപ്പൊ എറണാകുളം നിൽക്കുന്ന പെണ്ണുങ്ങന്മാർക്കെല്ലാം ഉണ്ടാവില്ല. ഈ പുറത്തേക്ക് നേരം പോലെ ആ കോഴി ഇളകുന്ന കണക്ക് ഇളകുന്ന പുറത്തേക്ക് പോകുന്നേക്ക് എന്തെങ്കിലും ഉണ്ടാവും. എന്തെന്നാ റബ്ബയാണ് ചെയ്യാ? ശനക്കൊന്നും തിരിയുന്നില്ലല്ലോ. എന്തോ ഇയാളാണെങ്കിൽ ഇപ്പം വരുകയും ചെയ്യില്ല. എങ്ങനെയാണെന്ന് പറയുന്നത്? വല്ലാത്തൊരു മുസീബത്തായിപ്പോയി. ഫോൺ എടുത്തിട്ടേ കാക്കൂനൊന്ന് വിളിച്ചോക്കട്ടെ, അല്ലാണ്ട് ഇതിപ്പോ നടക്കൂല. ഇത് ഇപ്പോഴൊന്നും വരുത്തുണ്ടാവും. ഹലോ കാക്കൂങ്ങ അടിയുള്ളേ? ആ അത് ഒരു പ്രശ്നമുണ്ട്. ആ ഉണ്ട്. എങ്ങനെയും കഴിച്ച് വേഗം ഒന്ന് പറ്റിക്ക് വന്നേ, നമുക്കൊരു കാര്യം പറയാനുണ്ട്. അർജന്റാണ്, സീരിയസാ. ആ അത് പറഞ്ഞില്ലേ നിങ്ങൾക്ക് തരാൻ പറ്റൂല്ലയോ? പെട്ടെന്ന് വാങ്ങുന്നേ. നീ പടപട വിളിച്ചു വെച്ച് എന്തിനാ വിഷയം പറ. ഞാൻ ഇല്ലാത്ത നേരം വെച്ചിട്ട് പണിയിലും കഴിഞ്ഞിട്ട് വേഗം വന്നത്. ആകെ പ്രശ്നമായിട്ടുള്ളത് എന്താണ്? എന്താ പ്രശ്നം? നിങ്ങൾക്ക് ഇങ്ങനെ നടന്നാൽ മതി. ഇപ്പൊ എറണാകുളത്തേക്ക് പെണ്ണുങ്ങന്മാരെ എന്തെങ്കിലും ടെൻഷൻ എടുക്കുന്നത്. ഇപ്പൊ എറണാകുളത്ത് സാധനം ഉണ്ടാവും. നാളെ എല്ലാം കൂടി കുറ്റിയും പറിച്ചും ഇങ്ങോട്ടേക്ക് വരുന്നേണ്ട സാധനങ്ങളാണ്. ഞാനാണെങ്കിൽ അവരോടുള്ള തള്ളു മൊത്തം തളിക്കുകയും ചെയ്തു. എല്ലാ സാധനവും വാങ്ങി. ഇനിയിപ്പോ ഞാൻ എന്താ കാണിച്ചു നോക്കാൻ എന്ത് വന്നാലും വേണ്ടില്ല. എനിക്ക് ഈ എറണാകുളം കുറച്ച് സാധനം വാങ്ങാം നാളത്തേക്ക്. ഇങ്ങനെ കൂടാ അതൊരു വിഷയമാണ്. ആ വിഷയം തന്നെയാണ് ഏറ്റവും വലിയ വിഷയം. ഞാൻ അവരോട് പറഞ്ഞില്ലേ ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. അതൊന്നും എനിക്കറിയണ്ട. നേർന്ന് വന്നാലും വേണ്ടില്ല. എനിക്ക് ഇവിടെ സാധനം നാളത്തേക്ക് കിട്ടണം. അതിനെ കുറിച്ച് ആലോചിച്ചിട്ട് ബേജാറാവണ്ട. മലപ്പുറത്ത് കൽപ്പക ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞിട്ട് ഷോപ്പുണ്ട്. അതിന്റെ ഉള്ളിൽ കിട്ടാത്ത ഒരു മുതലില്ല. അതാണ്ട് ദുനിയാവിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അതിന്റെ ഉള്ളിലുണ്ട്. മലപ്പുറം കൽപ്പക